ഗാസയിൽ ഹമാസ് ഭീകരനെ കൊലപ്പെടുത്തി ഇസ്രായേൽ. ഹമാസിന്റെ ആയുധ നിർമ്മാണ ചുമതലയുള്ള ഖ്വസം ബ്രിഗേഡ് മേധാവിയെയാണ് ഇസ്രായേൽ സേന വധിച്ചത്. 2023 ഒക്ടോബർ 7 നടന്ന ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായിരുന്നു ഇയാൾ. ഇയാൾക്ക് പുറമെ മറ്റ് 4 പേരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, ഹമാസ് ഭീകരനെ കൊലപ്പെടുത്തിയിരിക്കുകയാണ് ഇസ്രായേൽ. എന്താണ് വിശദാംശങ്ങൾ? ഗോപിക, ഹമാസ് ഭീകരനായ ഖ്വസം ബ്രിഗേഡ് എന്ന് പറയുന്ന ഹമാസിന്റെ ആയുധ നിർമ്മാണ ചുമതലയുള്ള റയീസ് സാദിനെയാണ് ഇപ്പോൾ കൊലപ്പെടുത്തിയെന്ന് ഔദ്യോഗികമായി തന്നെ ഹമാസ് അറിയിക്കുന്നത്. ആ കൊലപ്പെടുത്തിയ ദൃശ്യങ്ങൾ, ഏരിയൽ ദൃശ്യങ്ങളെല്ലാം തന്നെ ഇസ്രായേൽ പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട്. ഹമാസിന്റെ 2023 ഹമാസ് ഇസ്രായേലിനെതിരെ നടത്തിയ ആ വലിയ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ കൂടിയായിരുന്നു ഇയാൾ പലതരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങൾ പല രീതിയിൽ പലയിടങ്ങളിൽ നടത്തിയിരുന്നതായും സൂചനകൾ പുറത്തു വരുന്നുണ്ട്. മറ്റ് 4 പേരും ഇയാളോടൊപ്പം കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാനും സാധിക്കുന്നത്. ഇതിൽ മറ്റൊരു പട്ടാളക്കാരൻ കൂടി, അല്ലെങ്കിൽ ഈ ഹമാസിന്റെ സൈനിക വിഭാഗത്തിന്റെ ഭാഗമായ ഒരാൾ കൂടിയുണ്ട് എന്ന വിവരങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അയാളുടെ പേര് അബു ഇമദ് അൽ ലബാൻ എന്നാണ്. ഈ ഹമാസിന്റെ ഇപ്പോൾ നേരത്തെ കൊല്ലപ്പെട്ടുവെന്ന് അറിയിക്കുന്ന ആയുധ നിർമ്മാണത്തിന്റെ ചുമതലയുള്ള ഖ്വസം ബ്രിഗേഡിന്റെ മേധാവി റയീസ് സാദിന്റെ വലങ്കൈയായി പ്രവർത്തിച്ചിരുന്ന ആളാണ് അബു ഇമാദ് അൽ ലബാൻ എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഇനിയും അത്തരത്തിലുള്ള ആക്രമണങ്ങൾ തുടരുമെന്ന് ഇസ്രായേൽ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇസ്രായേലിന്റെ, അതായത് യെല്ലോ ലൈൻ, അതായത് ഗാസയിലെ ഒരു നിയന്ത്രണ രേഖ, അതായത് സാങ്കേതികമായ ഒരു നിയന്ത്രണ രേഖ തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്. അതിന് യെല്ലോ ലൈൻ എന്നറിയപ്പെടുന്നുണ്ട്. ഈ യെല്ലോ ലൈൻ പരിധിക്ക് അപ്പുറത്തുള്ള പ്രദേശത്താണ് ഈ ആക്രമണം നടന്നത്. അത് സ്വാഭാവികമായും ഇസ്രായേൽ സൈന്യത്തിനും ഇസ്രായേൽ സംവിധാനങ്ങൾക്കും നേരെ ഗാസയിൽ തുടരുന്ന ആക്രമണത്തിന്റെ ഒരു പ്രത്യാക്രമണം കൂടിയാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഗോപിക. ശരി, ഐസൻ ജോസാണ് വിവരങ്ങൾ പങ്കുവച്ചത്.